ഹായ് സുഹൃത്തുക്കളെ, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ NDA UGC നെറ്റ് പരീക്ഷയുടെ 5ാമത്തെ ദിവസമായിരുന്നു ഇന്ന്. 2 ഷിഫ്റ്റുകളിലായിട്ട് രാവിലെയും വൈകിട്ടുമായിട്ട് ജൂൺ 29 പരീക്ഷ നടന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് രാവിലെ ഹിന്ദി, ഇന്ത്യൻ നോളജ് സിസ്റ്റം, ജർമ്മൻ, ഫ്രഞ്ച്, അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് തുടങ്ങിയ വിഷയങ്ങളാണ് ഷിഫ്റ്റ് 1 നടന്നത്. ഷിഫ്റ്റ് 2 നടന്നത് സൈക്കോളജി, മാനേജ്മെന്റ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സാൻസ്ക്രിറ്റ് തുടങ്ങിയ പരീക്ഷകളാണ് ഷിഫ്റ്റ് 2 നടന്നത്. അപ്പൊ നമ്മൾ പേപ്പർ 1ന്റെ ഒരു അനാലിസിസ് ആണ്. നാളെ കൂടെ പരീക്ഷയുണ്ട്, ജൂൺ 30 കൂടെ പരീക്ഷയുണ്ട്. എക്കണോമിക്സ് ഒക്കെ നാളെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവരും ഇതുവരെ എഴുതിയവരും അടുത്ത സൈക്കിളിലേക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ അനാലിസിസ് പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഷിഫ്റ്റ് 1 നോക്കുകയാണെങ്കിൽ ഒരു ഈസി ടു മോഡറേറ്റ് നിലവാരത്തിലാണ് ചോദ്യങ്ങൾ വന്നത്. ഈസി ടു മോഡറേറ്റ് എന്ന് പറയാം. മുൻപുള്ള ഷിഫ്റ്റുകളും അങ്ങനെ തന്നെയായിരുന്നു. ചില ഷിഫ്റ്റ് വളരെ ടഫായിട്ട് പേപ്പർ 1 വന്നു. പക്ഷെ അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഷിഫ്റ്റിൽ മാത്രമേ അങ്ങനെ ടഫായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. അതേസമയം ഒരുപാട് ഈസി ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് 1 അങ്ങനെ ഒരു രീതിയിലാണ് നടന്നത്. PYQ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഷിഫ്റ്റിൽ. അതിൽ തന്നെ മിസ്സിംഗ് DI ആണ് ഇതിലും വന്നത്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നടന്ന പരീക്ഷയിൽ മിസ്സിംഗ് DI വന്നിട്ടുണ്ട്. വെള്ളിയല്ല, വ്യാഴാഴ്ച നടന്ന പരീക്ഷയിലും മിസ്സിംഗ് DI വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും അത് വന്നിട്ടുണ്ട്. മെയിൽ ഫീമെയിൽ പോപ്പുലേഷൻ വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് അവിടെ വന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഈസി ആയിരുന്നു. പിന്നീട് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള നമ്മൾ നോട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാനായിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റി, എങ്ങനെയാണ് ഇന്ത്യയിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഇപ്പൊ UGCയുടെ അപ്രൂവൽ തുടങ്ങിയ ഒരു സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ ഇതൊക്കെ കറണ്ട് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്തും എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്തും വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കൂടാതെ ഒളിഗോട്രോപിക് ലേക്ക് എന്താണെന്ന് അതുമായി ബന്ധപ്പെട്ട ചോദ്യം, ഒളിഗോട്രോഫിക് ലേക്ക് എന്താണെന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നീട് ഫാലസീസ് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. പിന്നീട് അണ്ടർ റൂട്ടിന്റെ വാല്യൂസ്, അത് മാത്സിൽ നിന്നുള്ള അണ്ടർ റൂട്ട് ഓഫ് എന്നുള്ളതിന്റെ വാല്യൂസ് അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു മറ്റൊരു ചോദ്യം. NEP-യുമായി ബന്ധപ്പെട്ട ചോദ്യം എല്ലാ ഷിഫ്റ്റുകളിലും വന്നതുപോലെ ഇതിലും ഉണ്ടായിരുന്നു. 29 നടന്ന പരീക്ഷയിലും വന്നു. മോൺട്രിയൽ പ്രോട്ടോകോൾ വളരെ ഹോട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ചോദ്യപേപ്പറിലും വരും, ഇവിടെ ഉണ്ട്. ദെൻ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് കോഡിങ്, ഡീകോഡിങ് തുടങ്ങിയ കാര്യങ്ങൾ വന്നു. അതുപോലെ റിസർച്ച് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് വന്നിട്ടുണ്ട്. ICT-യിൽ നിന്ന് HTTP അല്ല, HTTPS അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻസിന്റെ ക്രോണോളജി ആ ഭാഗത്തുനിന്ന് മുൻപും ചോദിച്ചിട്ടുണ്ട്. ഇതേ സൈക്കിളിൽ തന്നെ ഒരുപാട് തവണ ചോദിച്ചു, ഇന്നും ഉണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ മോഡൽസ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. പിന്നീട് ICT-യുടെ ഭാഗത്തുനിന്ന് ലിങ്ക്ഡിൻ, ട്വിറ്റർ, ബ്ലോഗ്, ബിങ്, മൈക്രോസോഫ്റ്റ് ബിങ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതെന്താണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മെമ്മറി സ്റ്റോറേജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ട്രോജൻ ഹോഴ്സ് എന്താണ്, റാൻസം വെയർ എന്താണ് തുടങ്ങിയ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്രിന്റ് മീഡിയ, ടെലഗ്രാം അത്തരമുള്ള മീഡിയയുടെ ഒരു ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ്, നമ്പർ സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു. ലോജിക്കൽ ഇക്വലൻസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക. പിന്നീട് ചില ട്രാജഡീസ്, നമ്മുടെ 2004 ഉണ്ടായ സുനാമി, ചെർണോബിൽ ദുരന്തം, അതുപോലെ പല സൈക്ലോണുകൾ, ഇതിന്റെയൊക്കെ ക്രൊണോളജിക്കൽ ഓർഡറിൽ അത് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ ഫസ്റ്റ് ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ രണ്ടാമത്തെ ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന പരീക്ഷയുടെ പേപ്പർ 1 നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആണ് എന്നുള്ളതാണ് കുട്ടികൾ നമ്മളോട് പറയുന്നത്. അത്ര ഡിഫിക്കൽട്ട് അല്ലായിരുന്നു, ഒരു ഈസി ലെവലിലുള്ള ചോദ്യങ്ങളായിരുന്നു. പക്ഷെ DI-യിൽ നിന്ന് റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദ്യമാണ് ഉച്ചയ്ക്ക് ശേഷം വന്നത് എന്നുള്ളതാണ് കുട്ടികൾ നമ്മളോട് പറയുന്നത്. നമ്പർ സിസ്റ്റം, നമ്പർ സീരീസ്, കോഡിങ്, ഡീകോഡിങ്, ആവറേജ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ മാത്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എക്സ്പെരിമെന്റൽ റിസർച്ചുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. നോയിർ റേഷ്യോ സ്കെയിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. കോറിലേഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പിന്നീട് സൗണ്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ICT-യുടെ ഭാഗത്ത് സൗണ്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ തിരിച്ചറിയുക എന്നുള്ള രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നതായിട്ട് കുട്ടികൾ നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ ലാന്, പാന്, വാന് അത്തരം കാര്യങ്ങളിലേക്ക് ഫുൾ ഫോം വെച്ചുകൊണ്ടുള്ള മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വെസ്റ്റേൺ ഫാലസീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ഈ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എനിക്ക് തോന്നുന്നു എല്ലാ പേപ്പർ 1 ഇത്തവണ നടന്ന എല്ലാ ഷിഫ്റ്റുകളിലും മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ആസിഡ് റെയിൻ, എൻവയോൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആസിഡ് റെയിൻ, കൾട്ടിവേഷൻ തിയറി ഉണ്ട്. പിന്നീട് ടി ടെസ്റ്റ്, കൈസ്ക്വയർ ടെസ്റ്റ് മുതലായ കാര്യങ്ങളിൽ നിന്നുള്ള മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെയുള്ള ഷിഫ്റ്റുകളിലേക്ക് അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള പരീക്ഷകൾ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിലും അടുത്ത സൈക്കിളിലേക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിലും
ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് വരിക, ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ അനാലിസിസ് വഴി മനസ്സിലാക്കാൻ നിങ്ങളുടെ പ്രിപ്പറേഷൻ അതനുസരിച്ച് ക്രമപ്പെടുത്താനും സാധിക്കും. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും I+ന്റെ വിജയാശംസകൾ നേരുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.